കൂട്ടുകാരെ, ചന്ദ്രകാന്തം ഒരു പൊളപ്പൻ എപ്പിസോഡ് തന്നെ മക്കളെ. ഒരു രക്ഷയുമില്ല. നമ്മുടെ പിങ്കി ആയിരുന്നു ഇത്ര നാളും, കുറെ നാള് പിങ്കി വിചാരിക്കുന്നത് പോലെയായിരുന്നു കാര്യങ്ങളുടെയൊക്കെ ഒരു നീക്കുപോക്ക് അല്ലേ. ഇപ്പോ ഇതാ നമ്മുടെ ഗൗതം നമ്മുടെ പിങ്കിയുടെ ആ ഒരു കള്ളത്തരൊക്കെ അടപടലം പൊളിച്ചടക്കി നമ്മുടെ രാമേശ്വരം യാത്രയും അതിനൊപ്പം പൊളിച്ചടക്കിയിരിക്കുകയാണ്. വേറെ നല്ല നമ്മുടെ രതീഷ് നമ്മുടെ എന്താ പറയാ ഗൗതമിനെ കണ്ട് വന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ആ ഒരു പിങ്കി തന്നെയാണ് അന്ന് ആ ഒരു ഡോക്ടറിന്റെ വേഷം കെട്ടി ഞങ്ങളുടെ അടുത്ത് വന്നതും ആ ഒരു ലാബിൽ കയറ്റി ഞങ്ങളുടെയൊക്കെ സമയം വൈകിപ്പിച്ചതും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പിങ്കിയെ മനഃപൂർവ്വം നമ്മുടെ ഗൗതം ഒരു റെസ്റ്റോറന്റിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗൗതം പറയുന്നത് നമുക്ക് രാമേശ്വരം യാത്രയെ പറ്റി പ്ലാൻ ചെയ്യേണ്ടേ, അതിന് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിങ്കിയെ വിളിച്ചു വരുത്തുന്നത്. അപ്പൊ പിങ്കി ആ റെസ്റ്റോറന്റിൽ വരുമ്പോൾ അവിടെ ഗീതു നിൽക്കുന്നു. അപ്പൊ നമ്മുടെ ഗീതുവിന്റെ അടുത്ത് ഇങ്ങനെ അവിചാരിതമായിട്ട് ഗീതു അന്ന് ചെയ്ത എല്ലാത്തിനും നന്ദി എന്നൊക്കെ പറയോട്ടോ. അപ്പോഴാണ് നമ്മുടെ ഗൗതം കയറി വരുന്നത്. അപ്പൊ ഗൗതം ചോദിക്കുന്നത്, അന്ന് എന്താ ഇത് ചെയ്തു തന്നത്, ഇത്ര വലിയ നന്ദി പറയാനായിട്ട് എന്താ അന്ന് നിനക്ക് ചെയ്തു തന്നത് എന്നൊക്കെ നമ്മുടെ പിങ്കിയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ പിങ്കി പറയും, ഗീതുവിനെ അന്ന് കണ്ടതിന് ശേഷം പിന്നെ ഇപ്പോഴല്ലേ കാണുന്നത്, ചുമ്മാ ഒരു കുശലം ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ രതീഷ് വന്നിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ പിങ്കി നിൽക്കാതെ ഈ ഒരു പെണ്ണാണ് അന്ന് ഡോക്ടറായിട്ട് ഞങ്ങളുടെ മുമ്പിൽ വന്നതെന്നും അന്ന് ലാബിൽ കയറ്റി സമയം വൈകിപ്പിച്ചതെന്നും ഒക്കെ നമ്മുടെ പിങ്കി നിൽക്കാതെ തന്നെ നമ്മുടെ രതീഷ് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗൗതമാണെങ്കിൽ കൈയോടുകൂടി പൊക്കിയതിന്റെ ഒരു സന്തോഷത്തിൽ നിൽപ്പാണ് നമ്മുടെ പിങ്കി. എന്നിട്ട് ഗൗതം ഇങ്ങനെ പിങ്കിയോട് ചോദിക്കുന്നുണ്ട്, ഇനി നിനക്ക് രാമേശ്വരത്ത് പോണോ പിങ്കി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ പിങ്കി പറയുന്നുണ്ട്, വേണ്ട, എനിക്ക് പോകണ്ട, പക്ഷെ ഒരു ഉപകാരം ചെയ്യണം, ഇന്ത്യവരത്തിൽ ആരും തന്നെ ഈ ഒരു കാര്യം അറിയാൻ പാടില്ല എന്ന് നമ്മുടെ ഗൗതമിനോട് പറയുന്നുണ്ട്, ഒരു അപേക്ഷ പോലെ പറയുന്നുണ്ട്. അപ്പൊ ഗൗതം സമ്മതിക്കുന്നുണ്ട്. ശരി, ഓക്കെ, രാമേശ്വരത്തിന് ഞാൻ വരണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പിങ്കിയുടെ ഒരു പ്ലാനും പദ്ധതി കടപ്പടലം പൊളിഞ്ഞു വീഴുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് ഇന്നത്തെ ഒരു ചന്ദ്രകാന്തം എപ്പിസോഡിൽ കാണുവാൻ സാധിച്ചത്. എന്തായാലും നമുക്ക് കാണാം, കാത്തിരിക്കാം അല്ലേ. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.